ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനം ആരെയാണ് നിയമിച്ചത്? കൃത്യമായ സംഘപരിവാറുകാരനെ. RSS നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, വിവിധ മേഖലകളിലുണ്ട്. അതിലൊന്നിന്റെ പ്രധാനി അദ്ദേഹത്തെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് ഗവർണർ. ആരുടെ താല്പര്യം? RSSന്റെയും സംഘപരിവാറിന്റെയും താല്പര്യം. RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ട നടപ്പാക്കുന്നു. എന്തേ ഒരു നേരിയ എതിർ ശബ്ദം പോലും ഉയരാതിരുന്നത്? എന്താണ് അതിന് പ്രയാസം? ചില വിദഗ്ധവാദങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് ഇതിനിടയാക്കിയത് LDF ഗവൺമെന്റ് ആണ് എന്നതാണ്. എങ്ങനെയാണ് LDF ഗവൺമെന്റ് ഉത്തരവാദിത്വം വരുന്നത്? ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ നേരത്തെ LDF ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി BC നിയമിക്കപ്പെടുകയും ചെയ്തു. ആ BCയുടെ റിട്ടയർമെന്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ നിന്നാണ്. പ്രൊഫസർ തസ്തികയ്ക്ക് റിട്ടയർമെന്റ് ബാധകമാണ്. എന്നാൽ വൈസ് ചാൻസലർ റിട്ടയർ ചെയ്തവരും 65 വയസ്സ് വരെ തുടരാൻ അർഹതയുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത പ്രൊഫസർ സ്ഥാനത്ത് റിട്ടയർ ചെയ്ത പഴയ BCക്ക് തുടരാവുന്നതേ ഉള്ളൂ. അവിടെയാണ് ചാൻസലർ നിലക്കുള്ള ഗവർണറുടെ ഇടപെടൽ. ആ ഇടപെടലിന്റെ ഭാഗമായാണ് സംഘപരിവാർ അജണ്ട അനുസരിച്ച് സംഘപരിവാറിന് താല്പര്യമുള്ളയാളെ വൈസ് ചാൻസലർ ആക്കുന്നത്. എന്തേ? ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പോലും പറയാൻ നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റിന് കഴിയാതിരിക്കുന്നത്? ഈ വിവാദങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോഴും ആ ഭാഗം പറയാതെ തീർത്തും വസ്തുതാവിരുദ്ധമായി മുൻ LDF സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ RSS അജണ്ടക്ക് പൂർണ്ണമായി അവർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നല്ലേ? അതിന്റെ ഭാഗമായല്ലേ വസ്തുതാവിരുദ്ധമായ ന്യായങ്ങൾ നാട്ടിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? ഇരിക്കട്ടെ, ഇവിടെ സെനറ്റില് 30 അംഗങ്ങളാണ്. ആ 30 അംഗ സെനറ്റിൽ 19 പേര് കറ കളഞ്ഞ സംഘപരിവാറുകാര്. എവിടെ പോയി നിങ്ങളുടെ നാക്ക്? നിങ്ങളാണല്ലോ ഗവൺമെന്റ്. ഇപ്പോ എന്തേ നിങ്ങൾക്ക് ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ പ്രതികരിക്കട്ടെ. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൂടി അത് അംഗീകരിക്കുന്നു. RSS സംഘപരിവാർ നിലപാടിനെ കീഴ്പ്പെടുന്ന ഗവർണർ അതേ രീതിയിൽ കീഴ്പ്പെടുന്ന ഒരു ഗവൺമെന്റും, അതാണ് ഇപ്പോ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലേ വസ്തുത? അല്ലെങ്കിൽ
അതിനെതിരെ പ്രതികരിക്കാൻ, ശക്തമായി പ്രതികരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണ്ടേ? അപ്പോ വല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എങ്ങനെ നമ്മുടെ നാടിന്റെ ഇതേവരെയുള്ള തുടർച്ച നിലനിർത്താനാകും? മതനിരപേക്ഷതയുടെ വിളനിലമാണ് ഇവിടെ. അത് തകർക്കാനാണ് പല നീക്കങ്ങൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അണിനിരക്കുന്ന ഒരു ഗവൺമെന്റായി ഇത്തരം നടപടികളിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മാറുന്നു എന്നതാണ് ഈ തുടക്കത്തിൽ തന്നെയുള്ള അനുഭവം. ഞങ്ങൾ ആദ്യമേ എടുത്തൊരു നിലപാടുണ്ട്, കുറച്ചു മാസം അവര് ഭരിക്കട്ടെ, വലിയ തോതിലുള്ള വിമർശനങ്ങളൊന്നും ആകേണ്ടത് ഉന്നയിക്കണ്ട എന്ന നിലപാടായിരുന്നു ഞങ്ങൾ എടുത്തത്. പക്ഷെ ഇതെല്ലാം വന്നാൽ എങ്ങനെ പറയാതിരിക്കും? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇത് കൂടുതലായി പോകില്ലേ? എത്രമാത്രം ആപൽക്കരമായ ഭാവിയാണ് ഇതിന്റെ ഭാഗമായി നാടിന് ഉണ്ടാവുക എന്നതിൽ നമുക്കെല്ലാവർക്കും ഉത്കണ്ഠ വേണ്ടേ? അതിനാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പങ്കുവെക്കുന്നത്.